إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا أول المسلمين اتقوا الله عباد الله ഊസിക്കും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. ബഹുമാന്യരായ വിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനും റഹീമും ഗഫൂറും വദൂദുമായ അള്ളാഹുവിന്റെ പ്രതിഫലവും അവനിലേക്കുള്ള അടുപ്പവും സാമീപ്യവും ആഗ്രഹിച്ച് ആട്, മാട്, ഒട്ടകം എന്നീ വർഗങ്ങളിൽപ്പെട്ട കന്നുകാലികളെ അറുക്കുന്ന ഒരു കർമ്മമാണ് ഇസ്ലാമിൽ ബലി അല്ല, വിശിഷ്യ നമ്മൾ നിർവഹിക്കാൻ പോകുന്ന ഉദ്ഹിയ്യ. ഉദ്ഹിയ്യത്ത് വളരെ മഹത്തായ ഒരു കാര്യമാണ്. ഉദ്ഹിയ്യത്തിനെ ഉലമാ വിശദീകരിച്ചത് ഇപ്രകാരമാണ്. മഹാനായ മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുള്ള പറഞ്ഞൊരു വാക്കുണ്ട്. അദ്ദേഹത്തിന്റെ അഹ്കാമുൽ ഉദ്ഹിയ്യ, അൽ ഉദ്ഹിയ്യ, ഉദ്ഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ മാ യുദ്ബഹു മിൻ ബഹീമത്തിൽ അൻആമി അയ്യാമു ഈദിൽ അദ്ഹാ ബിസബബിൽ ഈദി തഖർറുബൻ ഇലല്ലാഹി അസ്സ വജൽ. അല്ലാഹുവിന്റെ സാമീപ്യം പ്രതീക്ഷിച്ചുകൊണ്ട് പെരുന്നാളിനോടനുബന്ധിച്ച് അഥവാ അയ്യാമുത് തശ്രീഖിന്റെ ദിവസങ്ങൾ, പെരുന്നാളും പെരുന്നാളിന് ശേഷമുള്ള ആ ദിവസങ്ങളിലും ആട്, മാട്, ഒട്ടകം എന്നീ വർഗത്തിൽപ്പെട്ട കന്നുകാലികളെ ബലിയറക്കുന്ന കർമ്മമാണ് ഉദ്ഹിയ്യ. അല്ലാഹു അക്ബർ കബീറ. പ്രിയമുള്ളവരെ, ഉദ്ഹിയ്യത്ത് വളരെ മഹത്തായ ഒരു സൽക്കർമ്മമാണ്, ഒരു ഇബാദത്താണ്, ആരാധനയാണ്. വിശിഷ്യ അള്ളാഹുവിന്റെ ശിആറുകൾ വിശാലമാണ്. അള്ളാഹുവിന്റെ ശിആറുകളിൽ ബലികർമ്മങ്ങളിൽപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠമായ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്, ഒരു ശിആറാണ് ഉദ്ഹിയ്യത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ ഖുർആനിൽ വളരെ കൃത്യമായി ഉദ്ഹിയ്യത്തിനെ കുറിച്ച് വിശദീകരിക്കണം, ബലിയെ കുറിച്ച് വിശദീകരിക്കണം. 22-ാം അധ്യായം സൂറത്ത് ഹജ്ജ്, അതിന്റെ 36-ാമത്തെ ആയത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുന്നത് ബലി അല്ലെങ്കിൽ ഉദ്ഹിയ്യ അതൊരു ശിആറാണ്, മതചിഹ്നമാണെന്ന്. ശിആറുകൾ മുറുകെ പിടിക്കുന്നവരാകണം നമ്മൾ. അള്ളാഹു പറഞ്ഞ വാക്കെന്തറിയോ? വൽബുദ്ന ജഅൽനാഹാ ലക്കും മിൻ ശഅഇരില്ലാഹി ലക്കും ഫീഹാ ഖൈർ. ബലിയൊട്ടകങ്ങൾ അല്ലെങ്കിൽ ബുദ്നുകൾ, വിശിഷ്യ ബലിക്ക് വേണ്ടി വിനിയോഗിക്കുന്ന ആടുമാടൊട്ടകങ്ങൾ, അവയൊക്കെ നാം നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽ, ശിആറുകളിൽ പെട്ടതാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് അവയിൽ ഗുണമുണ്ട് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല. പ്രിയമുള്ളവർ, അതുകൊണ്ട് തന്നെ നമ്മൾ അറുക്കുന്നത് കേവലം ഒരു അറവല്ല. ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, നമ്മളൊരു ആടിനെയാണ് അറുക്കുന്നത് അല്ലെങ്കിൽ ഒരു ഉരുവിനെ വാങ്ങി അറുക്കുന്നത് കേവലം ഒരു അറവല്ല.
അതൊരു കേവലം രക്തമൊഴുക്കലുമല്ല. പിന്നെയോ ബലികർമ്മത്തിലൂടെ അള്ളാഹുവിന്റെ മുന്നിൽ സർവവും സമർപ്പിക്കുന്ന ഒരു മുഅ്മിനിനെയാണ് നമുക്ക് കാണാനാവുക. എത്രത്തോളം വെച്ചാല് ഇബാദത്തിന്റെ പരിപൂർണത നമുക്കവിടെ കാണാം. ഉബൂദിയത്തുണ്ട് അവിടെ, ഇസ്തിസ്ലാമുണ്ട് അവിടെ, എല്ലാ നിലക്കുമുള്ള അള്ളാഹുവിനുള്ള കീഴൊതുങ്ങലുണ്ട്. അങ്ങനെ കീഴൊതുങ്ങുന്നു ഒരു ഇബാദത്തിലൂടെ, പ്രത്യേകിച്ച് ഉളുഹിയ്യത്തിലൂടെ ഒരു മുഅ്മിൻ. അള്ളാഹ് പറഞ്ഞെന്തറിയോ, നബിയെ കൊണ്ട് പറയിപ്പിച്ചെന്തറിയോ? പറഞ്ഞു കൊടുക്ക് നബി, ഖുൽ, പറയുക നബി. എന്താണ് പറയേണ്ടത്? ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നിശ്ചയമായും എന്റെ നിസ്കാരം, അതുപോലെ നുസുഖി ഐ ദബ്ഹി എന്നാണ്. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അവിടുന്ന് പറഞ്ഞു, നുസുഖി എന്ന് പറഞ്ഞാൽ ഖാല ദബ്ഹി, എന്റെ ബലികർമ്മം. അപ്പൊ എന്റെ നിസ്കാരവും എന്റെ ബലികർമ്മവും, വമഹ്യായ എന്റെ ജീവിതവും, വമമാതി എന്റെ മരണവും ആർക്കുള്ളതാണ്? ലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുക്കുള്ളതാണ്, അള്ളാഹുവിനുള്ളതാണ്. എന്നിട്ടോ തൗഹീദിന്റെ വഹ്ദാനിയത്തിന്റെ വാചകം പ്രഖ്യാപിച്ചിട്ട് പിന്നെ പറയുന്നത് എന്താ? ലാ ശരീക ലഹ്, അവന് പങ്കുകാരയില്ല. വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ, അപ്രകാരമാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അള്ളാഹുവിന് കീഴൊതുങ്ങുന്നവരിൽ, മുസ്ലിമാകുന്നവരിൽ ഞാൻ ഒന്നാമനാണ് എന്ന് മുഹമ്മദ് നബിയെ പറയുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശുദ്ധ ഖുർആൻ 6-ാം അധ്യായം സൂറത്ത് അൻആം 162, 163 ആയത്ത്. ഇവിടെ അള്ളാഹു കൃത്യമായി പറഞ്ഞു, നുസുഖി എന്ന് പറഞ്ഞാൽ ഐ ദബ്ഹി, എന്റെ ബലികർമ്മം. നോക്കൂ നിങ്ങൾ, അപ്പൊ ബലികർമ്മം എന്ന് പറയുന്നത്, ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ശിആറുകളിൽപ്പെട്ടൊരു ശിആറാണ്. സഫ പോലെ, മർവ പോലെ, എത്രത്തോളം വെച്ചാൽ ബലിയൊട്ടകങ്ങളുടെ കലായിദുകൾ, അവയുടെ അടയാളത്താലികൾ വരെ, കഴുത്തിൽ കിട്ടുന്ന കയർ വരെ ഇസ്ലാമിൽ അതൊക്കെ ശിആറായിട്ടാണ് എണ്ണീട്ടുള്ളത്. അല്ലാഹു അക്ബർ. അതുകൊണ്ട് ശിആറുകളെ മുറുകെ പിടിക്കുന്ന ഒരാൾക്കൂട്ടമായി നമ്മൾ മാറണം. എത്രത്തോളം അറിയാം പ്രിയമുള്ളവരെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ബലികർമ്മം ശ്രേഷ്ഠമായ ഒരു ഇബാദത്താണ് എന്നതാണ്, പുണ്യകർമ്മങ്ങളിൽ ഒന്നാണ് എന്നതാണ്. നമുക്കെല്ലാവർക്കും പരിചയമുള്ള സൂറത്തുൽ കൗസറിലെ 2-ാമത്തെ വാചകം, അള്ളാഹുവിന്റെ ഖലീലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട അൽ കൗസർ എന്ന് പറയുന്ന ആ കൗസറിന്റെ താഴെ 7 or 8 തഫ്സീറുകൾ കാണാം. വിവിധങ്ങളാണ് കൗസർ, ധാരാളം ഖൈർ, അൽ ഖൈറുൽ കസീർ, കൗസറാകുന്ന നദി, പുറമെ ഹൗദ് തുടങ്ങി എല്ലാം നൽകപ്പെട്ടു മുഹമ്മദ് നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. എന്നിട്ട് അവിടുത്തോട് അല്ലാഹ് പറഞ്ഞു, ഈ നിഅമത്തുകളൊക്കെ ലഭിച്ച താങ്കൾ എന്ത് ചെയ്യണം? ഫസല്ലി ലിറബ്ബിക വൻഹർ, ഫസല്ലി ലിറബ്ബിക വൻഹർ. ആകയാൽ മുഹമ്മദ് നബിയെ, ശേഷമുള്ള മുഴുവൻ കീഴ്പ്പെടുന്നവരെ, നിങ്ങളെല്ലാം നീ നിന്റെ റബ്ബിന് വേണ്ടി നിസ്കരിക്കുകയും, വൻഹർ, നീ നിന്റെ റബ്ബിന് വേണ്ടി ബലി സമർപ്പിക്കുകയും ചെയ്യുക. 108-ാം അധ്യായം സൂറത്ത് കൗസർ 2-ാമത്തെ ആയത്ത്. ആർക്ക് വേണ്ടി നിസ്കരിക്കണം? അള്ളാഹുവിന് വേണ്ടി. ആർക്ക് വേണ്ടി ബലി സമർപ്പിക്കണം? അള്ളാഹുവിന് വേണ്ടി. അള്ളാഹു അല്ലാത്ത ആരുടെ പേരിലും ഇബാദത്തിന്റെ ഇനങ്ങളോ വകുപ്പുകളോ ഒന്നുപോലും പാടില്ല, ബലിയടക്കം. ഫസല്ലി ലിറബ്ബിക വൻഹർ. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മഹാനായ ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറിൽ പറയുന്നത് കാണാം, ഖസ്സഹാതൈനിൽ ഇബാദതൈനി ബിദ്ദിക്ർ. ഈ 2 ആരാധനകളെയും പ്രത്യേകം എടുത്തു പറയാനുണ്ടായ കാരണം, ഇത് രണ്ടും ലിഅന്നഹുമാ മിൻ അഫ്ളലിൽ ഇബാദാതി വഅജല്ലിൽ ഖുർബാത്ത്, ശ്രേഷ്ഠമായ ഇബാദത്തുകളിൽപ്പെട്ടതാണ്, ഏറ്റവും ആദരണീയമായ ഇബാദത്താണ്, അള്ളാഹുവിലേക്ക് ഒരു അടിമയെ അടുപ്പിക്കുന്ന ഇബാദത്താണ്. നിസ്കാരം അള്ളാഹുവിന്റെ ഉബൂദിയത്തിന്റെ പൂർണ്ണതയായതുപോലെ, ഹജ്ജ് കർമ്മം ഉബൂദിയത്തിന്റെ പൂർണ്ണതയായതുപോലെ, ബലികർമ്മം അള്ളാഹ്ക്കുള്ള കീഴ്പ്പെടലിന്റെ, ഇസ്തിസ്ലാമിന്റെ, അതിനപ്പുറത്തേക്ക് അടിമത്വത്തിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്. ഇമാം സഅദി റഹ്മത്തുള്ളാഹി പറയാൻ. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഇൻഷാ അല്ലാഹ് നിയ്യത്ത് വെച്ചവരെല്ലാം ദുൽഹിജ്ജ 10 യൗമുൻ നഹറിൽ, നോക്കൂ നിങ്ങള്, നമ്മളൊക്കെ പെരുന്നാളെന്ന് വിളിക്കുന്ന ദിവസത്തിന് ഹദീസിൽ വന്ന പേരെന്താ? യൗമുൻ നഹർ എന്നാണ്, അറവിന്റെ ദിവസം എന്നാണ്. പല ആൾക്കാരും മനഃപൂർവ്വം മറക്കണ ദിവസം പെരുന്നാളിന്റെ ദിവസം എന്ന് പറയും, പുതുവസ്ത്രം ധരിക്കുന്ന ദിവസം എന്ന് പറയും, സ്വലാത്തുൽ ഈദിന്റെ ദിവസം എന്ന് പറയും. പക്ഷെ നോക്കൂ, ഹദീസിൽ വന്നത് യൗമുൻ നഹർ, അറവിന്റെ ദിവസം, ബലിയുടെ ദിവസം എന്നാണ്. ആളുകൾ മനഃപൂർവ്വം മറക്കുകയോ അല്ലെങ്കിൽ വിസ്മരിക്കുകയോ ചെയ്യണത്. നഊദു ബില്ലാഹ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ,
ദുൽഹിജ്ജ 10 യൗമുൻ നഹർ, ബലി ദിവസം എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ ആ ഒരു കർമ്മം നിർവഹിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു പ്രേരണയുണ്ട്. അന്ന് നിർവഹിക്കേണ്ട കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? ഉളുഹിയ്യത്താണ് എന്ന് മനസ്സിലാക്കാം. നോക്കൂ, ഫസല്ലി ലിറബ്ബിക വൻഹർ എന്ന ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് അതിന്റെ താഴെ അഹ്ലുസുന്നത്തിന്റെ മുഫസ്സിറുകളൊക്കെ കൊടുക്കുന്ന സംഗതി എന്തറിയോ? പ്രധാനപ്പെട്ട തഫ്സീർ എന്തറിയോ? സ്വലാത്തുൽ ഈദ്. ആദ്യം എന്താ? ഫസല്ലി ലിറബ്ബിക്, നിന്റെ റബ്ബിന് വേണ്ടി നിസ്കരിക്കുന്ന പറഞ്ഞാൽ രാവിലെ ഭക്ഷണം പോലും കഴിക്കാതെ നേരത്തെ ചെന്നിട്ട് നിർവഹിക്കുന്ന ഈദുൽ അദ്ഹ, ബലിപെരുന്നാൾ നിസ്കാരം, സ്വലാത്തുൽ ഈദ്, ക്ഷമിക്കണം, സ്വലാത്തുൽ ഈദ്, ബലിപെരുന്നാൾ നിസ്കാരം. ശേഷം പിന്നീട് ഭക്ഷണം പോലും കഴിക്കാതെ നമ്മൾ നിർവഹിക്കുന്ന യൗമുൻ നഹർ അഥവാ അറവ്, ഏത്? ഉളുഹിയ്യ. ഇതാണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മുഫസ്സിറുകൾ വിശദീകരിക്കാം. ഒന്ന് സ്വലാത്തുൽ ഈദും ശേഷം നിർവഹിക്കുന്ന ഉളുഹിയ്യത്തും. ഇതാണ് ഫസല്ലി ലിറബ്ബിക വൻഹർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അന്നൽ മഅന സ്വല്ലി ലില്ലാഹ് വൻഹർ ലില്ലാഹ്. ഈ ആയത്തിന്റെ മഅന എന്താണ്? അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുക, അല്ലാഹുവിന് വേണ്ടി ബലി സമർപ്പിക്കുക എന്നതാണ്. ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് അൽ മഖ്ദിസി അദ്ദേഹം പറയാണ്, ഉളുഹിയ്യത്ത് എന്നത് ദീനിയായ ശറഈയായ മതപരമായ ഒരു കർമ്മമാണ് എന്നതിൽ ഉമ്മത്ത് മുസ്ലിമയുടെ ഇജ്മാ ഉണ്ടെന്നാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ ഇതിന്റെ ശറഈയായ വശങ്ങൾ പഠിക്കാറില്ല എന്നതുകൊണ്ടാണ് ആളുകൾക്ക് ഇതിലേക്ക് എത്തിച്ചേരാൻ എപ്പോഴും തടസ്സമാകുന്നത്. ഇത് ശറഈൽ സ്ഥിരപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ മുസ്ലിങ്ങളെല്ലാം ഏകാഭിപ്രായക്കാരാണ്. ഉമ്മത്ത് മുസ്ലിമയിൽ എത്ര കക്ഷികളുണ്ടോ ആ കക്ഷികൾക്കിടയിൽ തർക്കമില്ലാത്തൊരു കാര്യമാണെന്ത്? ഉമ്മത്ത് മുസ്ലിമക്കിടയിൽ തർക്കമില്ലാത്തൊരു കാര്യമാണെന്ത്? ഈ ഒരു കർമ്മം. അതുകൊണ്ട് നമ്മൾ ആ കർമ്മത്തിലേക്ക് മുന്നിടുക എത്രത്തോളം അത് അള്ളാഹുവിന്റെ ശിആറുകളിൽ പ്രധാനപ്പെട്ട ശിആറാണ് എന്ന ബോധത്തോടെ. രണ്ടാമതായി, ഈ ഉളുഹിയ്യയിലൂടെ അല്ലെങ്കിൽ ബലികർമ്മത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? എന്തിനാണ് നമ്മൾ അറക്കുന്നത്? എന്തിനാണ് ഒരു ഉരുവിനെ വാങ്ങി അറക്കുന്നത്? പ്രിയമുള്ളവരത് ദിക്റുള്ളയാണ്. ഉളുഹിയ്യ ദിക്റുള്ളയാണ്. മനുഷ്യരാശിയുടെ സൃഷ്ടിപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ? അള്ളാഹ്ക്ക് ദിക്ർ ചെയ്യലാണ്. 24 മണിക്കൂറുമുള്ള ഇബാദത്താണ് ദിക്റുള്ള. ആ ദിക്റുള്ളയിൽപ്പെട്ട ഒന്നാണെന്ത്? ഉളുഹിയ്യ. അള്ളാഹ് പറഞ്ഞെന്തറിയോ? വിശുദ്ധ ഖുർആനിൽ 22-ാം അധ്യായം സൂറത്ത് ഹജ്ജ് 34-ാമത്തെ ആയത്ത്, ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുന്നിടത്താണ് അള്ളാഹ് പറയാണ്, വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മാസകൻ ليذكروا اسم الله على ما رزقهم من بهيمة الأنعام فإلهكم إله واحد فله أسلموا وبشر المخبتين. ഓരോ ഉമ്മത്തിനും സമുദായത്തിനും നാം ഓരോ ആരാധനാകർമ്മങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. നുസുക്ക് ഇവിടെ ഉദ്ദേശിക്കുന്ന ബലികർമ്മം നിശ്ചയിച്ചിട്ടുണ്ട്. അവർക്ക് ഉപജീവനത്തിനായി അള്ളാഹു അവർക്ക് നൽകിയിട്ടുള്ള കന്നുകാലി മൃഗങ്ങളെ അറുത്ത് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അവൻ അറുക്കേണ്ടതിനു വേണ്ടി അത്രയും നോക്കൂ. നിങ്ങൾ അള്ളാന്റെ നാമത്തിൽ അറുക്കേണ്ടതിന് വേണ്ടി ശരിക്കും ദിക്റുള്ളയാണ്. ഉളുഹിയ്യയിലൂടെ നമ്മൾ ഓർക്കുന്നത് അള്ളാഹുവിനെയാണ്. ഉളുഹിയ്യ എന്ന കർമ്മം ശരിക്കും നിർവഹിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നതും റബ്ബിനെ പറ്റിയുള്ള ധാരണയാണ്. എല്ലാ ഇബാദത്തുകളിലും ഉണ്ടാകേണ്ട ദിക്റാണ്. നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞു, ദിക്റാണ്. ജുമയെ കുറിച്ച് പറഞ്ഞു, ഫസ്ഔ ഇലാ ദിക്രില്ലാ. ജുമാ എന്നല്ല പറഞ്ഞു, നിങ്ങൾ ദിക്റിലേക്ക് വരണം എന്നാ പറഞ്ഞു. ഖുർആനെ കുറിച്ച് പറഞ്ഞു, ദിക്റാണ്. അദ്കാറുകളെ കുറിച്ച് പറഞ്ഞു, ദിക്റുണ്ട്. എല്ലാം ഇബാദത്തുകളൊക്കെ ദിക്റാണ്. ആ ദിക്റുകളിൽ ശ്രേഷ്ഠമായ ഒരു ഇബാദത്താണ് ഉളുഹിയ്യ എന്ന് പറയുന്നത്. അതുകൊണ്ട് രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന് ശിആറായതുപോലെ രണ്ടാമത്തത് ഉളുഹിയ്യത്ത് എന്ന് പറയുന്നത് ദിക്റുള്ളയാണ്, അള്ളാഹുവിനുള്ള സ്മരണയാണ്. മൂന്നാമതായി പ്രിയമുള്ളവരെ, ഈ ബലി കൊണ്ടൊരു ലക്ഷ്യമുണ്ട്. എന്തിനാണ് ഉളുഹിയ്യത്ത് ഇറക്കുന്നത്? നമ്മൾ എന്തിനാ ഉളുഹിയ്യത്ത് ഇറക്കുന്നത്? നമ്മൾ എന്തിനാണ് ഉളുഹിയ്യത്ത് ഇറക്കാൻ പണം നൽകി മറ്റൊരാളെ ഏൽപ്പിക്കുന്നത്? എന്തിനാണത്? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ കൃത്യമായി പഠിപ്പിക്കുന്ന വിഷയം എന്തറിയോ? ബലി കൊണ്ട് ഉദ്ദേശിക്കുന്ന അടിസ്ഥാനപരമായ ലക്ഷ്യം തഖ്വയാണ്. തഖ്വ. നോമ്പെന്തിനാ? ലഅല്ലക്കും തത്തഖൂൻ. വിശുദ്ധ ഖുർആൻ എന്തിനാ? തഖ്വക്കാണ്. നിസ്കാരം എന്തിനാ? തഖ്വക്കാണ്. ഇബാദത്ത് എന്തിനാ? തഖ്വക്കാണ്. ഇബാദത്തുകളിൽ ശ്രേഷ്ഠമായ ആരാധനാകർമ്മമായ
ഉളുഹിയ്യത്തും എന്തിനാണ്? തഖ്വയുണ്ടാക്കാൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉളുഹിയ്യത്ത് മുഖേന, ബലികർമ്മം മുഖേന മനുഷ്യൻ അവന്റെ ത്യാഗ മനസ്ഥിതിയും അള്ളാഹുവോടുള്ള ഭക്തിയുമാണ് പ്രകടമാക്കുന്നത്. അള്ളാഹുവിന്റെ തൃപ്തിയാണ് അവിടെ പ്രകടമാകുന്നത്. അത് പ്രകടമാക്കുക എന്നതാണ്, അള്ളാന്റെ തൃപ്തി മതി എന്നതാണ് ശരിക്ക് ഉളുഹിയ്യത്ത് കൊണ്ടുള്ള ഉദ്ദേശം. നോക്കൂ, വിശുദ്ധ ഖുർആനിൽ 22-ാം അധ്യായം സൂറത്ത് ഹജ്ജിന്റെ 37-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറഞ്ഞൊരു വാക്കുണ്ട്, നമുക്ക് പലപ്പോഴും പരിചിതൊരു വാക്കാണ്. എന്താ അള്ളാഹ് പറഞ്ഞ വാക്കെന്നറിയോ? ഉളുഹിയ്യത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. അവയുടെ മാംസമോ രക്തമോ അള്ളാഹുവിങ്കൽ എത്തുന്നതേയില്ല. ഇല്ല, നമ്മളറുത്ത ഒരു ഉരുവിന്റെ മാംസവും അള്ളാന്റെ അടുത്തേക്ക് എത്തൂല, രക്തവും അള്ളാന്റെ അടുത്തേക്ക് എത്തൂല. അള്ളാഹ്ക്കത് വേണ്ടേ? പിന്നെ എന്താണ് അള്ളാന്റെ അടുത്തേക്ക് എത്തുന്നത്? എന്താണ് അള്ളാഹുവിങ്കൽ എത്തുന്നത്? വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. നിങ്ങളുടെ തഖ്വയാണ് അള്ളാഹുവിങ്കൽ എത്തുന്നത്. നിങ്ങളുടെ തഖ്വ. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് നാസിർ സഅദി റഹ്മത്തുള്ളാഹി പറയാണ്, അതായത് ലൈസൽ മഖ്സൂദു മിൻഹാ ദബ്ഹഹാ ഫഖത്ത്. അതായത് ബലികർമ്മത്തിന്റെ ലക്ഷ്യം എന്താണ്? കേവലം അറക്കാന്ന് മാത്രമല്ല. ഇന്ന് പലരും അങ്ങനെ ചിന്തിച്ചത്. ഒന്നെങ്കിലും ഒന്ന് അറക്കണ്ടേ, അറത്തില്ലെങ്കിൽ എങ്ങനെയാ? ആൾക്കാരെന്താ പറയാ? മഹലിന്റെ പേര് പോലെ, നാടിന്റെ പേര് പോലെ, നമ്മുടെ തറവാടിന്റെ പേര് പോലെ അല്ല പറയുള്ളവരെ. അറക്കലല്ല ലക്ഷ്യം, അറക്കാന്നുള്ളതല്ല ലക്ഷ്യം. അറവിന്റെ ലക്ഷ്യം എന്താണ്? വലാ യനാലുല്ലാഹ മിൻ ലുഹൂമിഹാ വലാ ദിമാഇഹാ ശൈഉൻ ലികൗനിഹി അൽ ഗനിയ്യുൽ ഹമീദ്. എന്തുകൊണ്ട്? ആ മൃഗത്തിന്റെ മാംസത്തിൽ നിന്നോ രക്തത്തിൽ നിന്നോ ഒന്നും തന്നെ അള്ളാഹുവിങ്കിലേക്ക് എത്തുകയില്ല. കാരണം എന്താ? അവൻ അള്ളാഹു ധന്യതയുള്ളവനും സർവസ്തുതിക്കും അർഹതയുള്ളവനുമാണ്. അവനത് വേണ്ട. പിന്നെന്താ വേണ്ടത്? വഇന്നമാ യനാലുഹുൽ ഇഖ്ലാസു ഫീഹാ വൽ ഇഹ്തിസാബ്. മറിച്ച് നിങ്ങൾ അറക്കുമ്പോൾ ആ ചെയ്യുന്ന കർമ്മണ്ടല്ലോ, ആ കാര്യത്തിലുണ്ടാകുന്ന ഇഖ്ലാസും ഇഹ്തിസാബും പ്രതിഫലേച്ഛയും വന്നിയ്യത്തു സ്വാലിഹ, നല്ല നീയത്തും മാത്രമേ അള്ളാന്റെ അടുത്തേക്ക് എത്തുള്ളൂ. ചോര പോവില്ല, മാംസം പോവില്ല, തൊലിയും പോവില്ല. അതൊക്കെ ആളുകൾക്ക് വിരിച്ചോ, തൊലിയൊക്കെ അറവേര് കൊണ്ടോ. പിന്നെ അള്ളാന്റെ അടുത്തേക്ക് എന്തെത്താ? നീയത്ത്. അള്ളാന്റെ അടുത്തേക്ക് എന്തെത്താ? നിങ്ങളുടെ പ്രതിഫലേച്ഛ റബ്ബേ നിനക്ക് വേണ്ടി, നിന്നിൽ നിന്ന് മാത്രം ആഗ്രഹിച്ച്. പിന്നെന്താ? ഇഖ്ലാസ്, പ്യുവറായിരിക്കണം. ഒരു കലർപ്പുണ്ടാകരുത്. ഒരർത്ഥത്തിലുമുള്ള ശിർക്കിന്റെ ഇനങ്ങളും കയറി വരരുത്. അത്രയും പ്രധാനപ്പെട്ടത്. എന്നിട്ടോ അദ്ദേഹം പറഞ്ഞു വലിഹാദ ഖാല, അതാണ് അല്ലാഹു തആല അറബിനെ കുറിച്ച് പറഞ്ഞിട്ട് തൊട്ടുടനെ പറഞ്ഞത് വലാകി യനാലുഹു തഖ്വാ മിൻകും, എന്നാൽ നിങ്ങളുടെ തഖ്വയാണ് അല്ലാഹുവിങ്കൽ എത്തുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ശരിക്കും നമ്മളൊക്കെ ബലികർമ്മം നിർവഹിക്കുന്നവരാണ്. അൽഹംദുലില്ലാഹ്. ആ ബലികർമ്മം അള്ളാഹുവിന്റെ പ്രതിഫലത്തെ കാംക്ഷിച്ചും അവനിലേക്കുള്ള തഖർറുബ്, സാമീപ്യം, അടുപ്പത്തെ ആഗ്രഹിച്ചും മാത്രം നിർവഹിക്കേണ്ടതാണ്. എനിക്ക് ഈ ഖുതുബയിൽ വന്നിരിക്കുന്നവർക്കും ശേഷം ഇത് കേൾക്കുന്നവരോടൊക്കെ പറയാനുള്ള കാര്യം, നിങ്ങൾ അറക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരുപാട് പ്രതിഫലമുണ്ടതിന്. അത് ഇബാദത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അത് ഉബൂദിയത്താണ്, ഇസ്തിസ്ലാമാണ്. അറവ് എന്ന് പറഞ്ഞാൽ അത്ര പ്രധാനപ്പെട്ട വിഷയമാണ്. അങ്ങനെ അറക്കുന്നുണ്ടെങ്കിൽ എന്തു വേണം? അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചും അവനിലേക്കുള്ള അടുപ്പം ആഗ്രഹിച്ചും മാത്രമേ അറക്കേണ്ടതുള്ളൂ. സൂറത്ത് ഹജ്ജിലെ ഈ ഓതിയ യനാലല്ലാഹു ലുഹൂമുഹ എന്ന ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് ശേഷം ഇമാം സഅദി റഹ്മത്തുള്ളാഹി പറഞ്ഞ വാക്കെന്തറിയോ? ഫഫീ ഹാദാ ഹസ്സുൻ വതർഗീബുൻ അലൽ ഇഖ്ലാസ് ഫിൻ നഹർ. ബലികർമ്മത്തിൽ, മനുഷ്യർ നിർവഹിക്കുന്ന ഉളുഹിയ്യത്തിൽ ഇഖ്ലാസ് ഉണ്ടായിരിക്കണം എന്നതിന് ഈ ആയത്തിൽ പ്രേരണയും പ്രോത്സാഹനമുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ് വഅയ്യകൂനൽ ഖസ്ദു വജ്ഹല്ലാഹി വഹദാ. അപ്രകാരം അള്ളാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമായിരിക്കുകയും വേണം. വലാ ഫഖ്റൻ വലാ റിയാഅൻ വലാ സുമഅതൻ വലാ മുജറദത ആദത്തിൻ. എന്താകരുത്? പൊങ്ങച്ചത്തോടുകൂടിയോ ആളുകളെ കാണിക്കാൻ വേണ്ടിയോ ആളുകളുടെ പ്രശംസ ആഗ്രഹിച്ചുകൊണ്ടോ, അതല്ലെങ്കിൽ വലാ മുജറദത ആദ, ഏതെങ്കിലും ഒരു നാട്ടു നടപ്പ്, കേവലം ഒരു നാട്ടു നടപ്പ് എന്ന നിലക്കോ ചെയ്യാൻ പാടില്ല. ശരിക്കും ആലോചിക്കണം. പിന്നെന്തായിരിക്കണം? വഹാകദ സായിറുൽ ഇബാദാത്ത്. ഇത് അറിവില് മാത്രമല്ല,
എല്ലാ ഇബാദത്തുകളിലും ഇത് ബാധകമാണ്. അപ്പൊ ശരിക്ക് ഇഖ്ലാസും ഇഹ്തിസാബും നിയ്യത്തും അറക്കുന്നിടത്ത് പ്രധാനമാണ്. അള്ളാഹു സഹായിക്കുമാറാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുകൂടിയുണ്ട്, ഇല്ലം യഖ്തരിൻ ബിഹാ അൽ ഇഖ്ലാസ് വ തഖ്വല്ലാഹ് കാനത് കൽ ഖുശൂരി അല്ലതി ലാ ലുബ് ഫീഹാ വകൽ ജസദി അല്ലദി ലാ റൂഹ ഫീഹ്. ഇബാദത്തുകളിൽ ഇഖ്ലാസും തഖ്വയും ഒരുമിച്ചിട്ടില്ലെങ്കിൽ, പ്രിയമുള്ളവരെ ശരിക്കും ശ്രദ്ധിക്കണം, നമ്മൾ ചെയ്യുന്ന ഏത് ഇബാദത്താകട്ടെ, നിങ്ങൾ ഇരിക്കുന്ന ജുമാക്കാണ്, ഇവിടെ പോലും ആരെങ്കിലും ഉറങ്ങേണ്ടി തട്ടിക്കളി. എന്തറിയോ, വെറുതെ വന്നിരുന്നിട്ട് ഒരു ഉപകാരമില്ലാതെ പരലോകത്ത് കൊണ്ടുവന്ന അവസ്ഥ പാടില്ല. ഗൗരവമായിട്ടാണ് പറയാണ്. നമ്മൾ ഇരിക്കുന്നിടത്ത് പോലും നമുക്ക് വേണ്ടെന്നറിയോ ഇഖ്ലാസും തഖ്വയുമാണ്. എല്ലാ കർമ്മത്തിലും നിങ്ങളൊരാൾക്ക് മുസാഫത്ത് ചെയ്യണ്ടെങ്കിൽ, നിങ്ങളൊരാളോട് പുഞ്ചിരിക്കുണ്ടെങ്കിൽ, നിങ്ങളൊരാളോട് സലാം പറയുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരാളെ സ്നേഹത്തോടുകൂടി ആലിംഗനം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് വേണ്ടത് എന്താ? ഇഖ്ലാസും തഖ്വയുമാണ്. അതൊരുമിച്ചിട്ടില്ലെങ്കിൽ ആ ഇബാദത്തുകൾ കേവലം അകക്കാമ്പുകളില്ലാത്ത വെറും ഒരു പുറന്തൊലിയോ ആത്മാവില്ലാത്ത റൂഹ് നഷ്ടപ്പെട്ട ഒരു ശരീരം പോലെയോ മാത്രമായി തീരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഏത് കർമ്മത്തിനും ജീവനുണ്ടാകുന്നത് ഇഖ്ലാസും ഇത്തിബാഉം ഇഹ്തിസാബും നിയ്യത്തും ഉണ്ടാകുമ്പോഴാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പറയുന്നത് ഒരിക്കൽ കൂടി ഞാൻ വാക്കാവർത്തിക്കാണ്, ആത്മാർത്ഥത ഉണ്ടാകണം, നിയ്യത്ത് ഉണ്ടാകണം, ഇത്തിബാ പ്രധാനമാണ്, തഖ്വയാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നമ്മുടെ ആത്മാവിനെയും നമ്മുടെ സമ്പത്തിനെയും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കലും കഠിനമായ സഹനവും ഉണ്ട്. അതെങ്ങനെ നമുക്ക് മനസ്സിലാണെങ്കിൽ നമ്മളൊക്കെ സാധാരണഗതിയിൽ അറക്കുന്ന ഒരു സിസ്റ്റത്തിലൂടെ മുന്നോട്ട് പോയാൽ ചിലപ്പോൾ അത് മനസ്സിലാക്കൊള്ളുന്നില്ല. ഇതിപ്പോ എങ്ങനെയാന്ന് വെച്ചാല്, നമ്മൾ പൈസ കൊടുത്തു, ആരോ ഒരുവിനെ വാങ്ങി എവിടെയോ കൊണ്ടുപോയി അറുത്തു, നമ്മളാകെ അറുത്തു എന്നാ ഞാൻ നഖം മുറിക്കട്ടെ, നഖം മുറിച്ചു, ഇത്രയേ ഉള്ളൂ നമുക്കിപ്പോ ബന്ധം. അല്ലാതെ എന്റെ ഉരു ഏതാണോ ആ ഉരുവിനെ കാണലോ ആ ഉരുവിനെ അറക്കാൻ മുന്നോട്ട് വരലോ ആണോ? എല്ലാ വീരന്മാരും ബേജാറായിട്ട് പുറകിൽ നിൽക്കണ ഒരു മേഖലയാണ് അറക്കാറിനാല്. വീരന്മാരൊന്നും ഇവരവിടെ കാണില്ല, എല്ലാരും ധൈര്യം ചോർന്നു പോകും. നോക്കൂ നിങ്ങള്, അതൊരു വല്ലാത്ത വിഷയമാണ്. മഹാനായ സഹാബിമാരിൽ പലരും തങ്ങളുടെ മക്കളെ കൊണ്ട് ബലിയർപ്പിക്കാർ, പെൺമക്കളെ കൊണ്ട് ബലിയർപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ്. ഇവിടെ ആൺമക്കൾക്ക് തന്നെ ധൈര്യമില്ലാത്ത കാലത്താണ് നമ്മൾ പെൺമക്കളെ ചർച്ച നടത്തുന്നത്. നിങ്ങൾ ഏത് അറക്കണം തന്നെ അറിയാത്തൊരു കാലഘട്ടത്തിലാണ് മുസ്ലിങ്ങൾ ജീവിക്കുന്നത്. പിന്നെ എങ്ങനെ ഓന് സഹനം തോന്നുക? ഇതെങ്ങനെ ത്യാഗമാവുക? അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, ഇത് വാജിബാണ് എന്ന് ഹുക്കം പറയുന്ന ആൾക്കാരങ്ങൾ പഠിക്കണം. കൊണ്ടുവന്നിട്ട് പൊരയില കെട്ടിടാൻ ബാംഗ്ലൂരൊക്കെ കാണാം, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ കാണാം, വീട്ടില് അടുക്കളയിൽ അവനെന്റെ കൂടെ, എന്നിട്ട് അതിനെ പിടിച്ചോണ്ടുപോകുന്നിടത്തുണ്ടല്ലോ അവര് കരയുന്നതും പൊട്ടിക്കരയുന്നതും സമ്മതിക്കാത്തതും കാണുമ്പോഴാണ് അള്ളാഹുവെ നമ്മൾ ഇറക്കുന്ന ഉളുഹിയത്തിന്റെ കോലെന്താന്ന് ബോധ്യാകുക. ശരിയാണ്, കൂലിട്ടു. പക്ഷെ നമ്മളെ ഉള്ളില് ഈ ഒരു ത്യാഗ മനസ്ഥിതിയും സഹനബോധവും ഒന്നും വരാത്തത് എന്തുകൊണ്ട് വെച്ചാൽ, അവനാന്റെ ഒരുവിനെ ഈ പരിശുദ്ധ ദുൽഹിജ്ജ് മാസത്തിൽ ഒരു വട്ടെങ്കിലും കാണാനെങ്കിലും ഒരു ശ്രദ്ധ ഉണ്ടായാൽ അൽഹംദുലില്ലാഹ് അതുണ്ടാകുന്ന സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്ത അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി അവൻ തൃപ്തിപ്പെട്ടത് എന്തിനും ഒരുക്കമാണ് എന്നതാണ് പറയുള്ളവര് ശരിക്കും ഉളുഹിയത്തിലൂടെ വരുന്നത്. ഉളുഹിയത്തിന്റെ ചരിത്രതാണ്. രണ്ടു നബിമാരുടെ ചരിത്ര സ്മരണയാണ് ഉളുഹിയ്യ. ഒരു പിതാവിന്റെയും ആ പിതാവിന്റെ ഭാര്യയായ മാതാവ്, ഈ അറക്കാൻ വിധിക്കപ്പെട്ട മകന്റെ മാതാവിന്റെയും ഹാജറയുടെയും പ്രിയപ്പെട്ട മകന്റെയും അവർക്ക് അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെയും അനുസരണത്തിന്റെയും കർമ്മസന്നദ്ധതയുടെയും മാതൃക ശരിക്കും ഉളുഹിയ്യത്തിന്റെ ചരിത്രമാണ്. വിശുദ്ധ ഖുർആനില് സവിസ്തരം അള്ളാഹു പ്രതിപാദിച്ചിട്ടുണ്ടത്. വിശുദ്ധ ഖുർആനിലെ 37-ാമത്തെ അധ്യായം 100 മുതൽ 108 വരെയുള്ള ആയത്ത്. അവിടെ സ്വന്തം മോനെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കാണ്, ഒരു സ്വാലിഹായ മോനെ തരണേന്ന് അള്ളാഹു കൊടുക്കാണ് ഇസ്മാഈൽ അലൈഹിസ്സലാത്തു വസ്സലാമെ. എന്നിട്ട് തന്നോടൊപ്പമാകുന്ന ഒരു പ്രായമായപ്പോൾ, ഏകദേശം ഒരു കൗമാരത്തിന്റെ പ്രായമായപ്പോൾ, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഉത്തരവ് പ്രകാരം മോനോട് പറയണം, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. കുഞ്ഞുമോനെ, നിന്നെ അറക്കണമെന്ന് ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്, അള്ളാഹു എനിക്ക് വഹീ തന്നിട്ടുണ്ട്, അതുകൊണ്ട് നിന്റെ അഭിപ്രായം എന്താ? കുട്ടി വാപ്പാന്റെതാണ്. മോൻ പറഞ്ഞ മറുപടി എന്തറിയോ? സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീന. അള്ളാഹ് എന്താണോ വാപ്പങ്ങളോട് കൽപ്പിച്ചത് അത് നിങ്ങൾ ചെയ്തോളി, ഞാൻ ക്ഷമാശാലികളുടെ കൂട്ടത്തിൽ എന്നെ കണ്ടെത്താം, ഇൻഷാ അല്ലാഹ്. എന്നിട്ടോ അങ്ങനെ രണ്ടുപേരും അള്ളാന്റെ കൽപ്പനക്ക് കീഴൊതുങ്ങി നെറ്റിമേൽ ചിരിച്ചു കിടത്തി. മുഴുവൻ ഖുർആൻ വിശദീകരണം ഹദീത്തിൽ പറയുന്നുണ്ട്, തഫ്സീറിൽ വേറെ കാണാം.
അങ്ങനെ അറക്കാൻ വേണ്ടി അദ്ദേഹം കത്തിയെടുത്തു, കഴുത്തിൽ അമർത്തി. അപ്പൊ അല്ലാഹു തആല ജിബ്രീലിനെ പറഞ്ഞയച്ചു, കൂടെ ഒരാടിനെ കൊടുത്തയച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഇതൊരു സ്പഷ്ടമായ ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ വഫദൈനാഹു ബിദ്ബ്ഹിൻ അളീം വതറക്നാ അലൈഹി ഫിൽ ആഖിരീൻ. ഇത് സ്പഷ്ടമായ ഒരു പരീക്ഷണം തന്നെയാണ്. ആ പുത്രനു പകരം ബലിയർപ്പിക്കാനായി മഹത്തായ ഒരു ബലിമൃഗത്തെ നാം പകരം നൽകുകയും ചെയ്യുന്ന ഇതാ പ്രിയമുള്ളതിന്റെ ചരിത്രം. പക്ഷെ അവിടെ ഒരു പ്രശ്നം ഉണ്ടെന്നറിയാം. നമ്മളാരും ബലിയറുക്കുന്നത് ഇബ്രാഹിം നബി തന്റെ കുഞ്ഞിനെ ബലിയറുത്തത് കൊണ്ടല്ല. ശരിക്കും ശ്രദ്ധിക്കണം. നമ്മളാരും ബലിയറുക്കുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ കുഞ്ഞിനെ ബലിയറുക്കാൻ സന്നദ്ധായത് കൊണ്ടോ അള്ളാഹു കുഞ്ഞിന് പകരം മറ്റൊരാടിനെ നൽകിയത് കൊണ്ടോ അല്ല. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ബലിയറുക്കുന്നത്? എന്തുകൊണ്ടാണ്? മുത്താബഅത്തുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി അറുക്കുകയും മുഹമ്മദ് നബി നമ്മോട് അറുക്കാൻ കൽപ്പിക്കുകയും ചെയ്തത് കൊണ്ടാണ്. ഹജ്ജിലും അങ്ങനെയാണ്, നിസ്കാരത്തിലും അങ്ങനെയാണ്. സല്ലു കമാ റഅയ്തുമുനി ഉസല്ലി. പൂർവികരായ നബിമാർ നിസ്കരിച്ചുകൊണ്ടല്ല. മുഹമ്മദ് നബി പറഞ്ഞു, നിങ്ങൾ ഞാൻ നിസ്കരിച്ച പോലെ നിസ്കരിക്കണം. പൂർവികരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുതൽ ശേഷമുള്ള നബിമാരൊക്കെ ഹജ്ജ് ചെയ്തത് കൊണ്ടല്ല നമ്മൾ ഹജ്ജ് ചെയ്യുന്നത്. പിന്നെ ഖുദൂ അന്നി മനാസികക്കും, എന്നിൽ നിന്ന് നിങ്ങൾ ഹജ്ജിന്റെ പാഠങ്ങൾ സ്വീകരിക്കണം. മുത്താബഅത്തുർ റസൂൽ. എന്തുകൊണ്ട് ഹജ്ജ്? മുഹമ്മദ് നബി ചെയ്തുകൊണ്ട്, അള്ളാന്റെ റസൂലിനെ പിൻപറ്റിക്കൊണ്ടാണ്. അറവ് അങ്ങനെയാണ്, വിതരണം അങ്ങനെയാണ്, എല്ലാം അങ്ങനെയാണ്. മുത്താബഅത്തുർ റസൂൽ എന്ന ചരിത്രം എന്താ? അസൽ എന്താ? അസൽ ഇതാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ടാണ്. അള്ളാഹുവിന്റെ റസൂലിനെ ഇബാദത്തുകളിലെല്ലാം ഇങ്ങനെ പിൻപറ്റാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കതീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله. اوصيكم واياي بتقوى الله. ബഹുമാനരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുക. സ്വാഭാവികമായും ഈ ബലി അറുക്കുന്നത് എന്തുകൊണ്ട് എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ ഉളുഹിയ്യത്തിന്റെ വിധിയുടെ വിഷയത്തിൽ പ്രധാനമായും രണ്ടഭിപ്രായങ്ങളാണ് അഹ്ലുസുന്നത്തിന്റെ ലോകത്തുള്ളത്. എന്തുകൊണ്ട് ഉളുഹിയ്യ? ഒന്നാമത്തെ അഭിപ്രായം അനുസരിച്ച് ഇമാം മാലിക്, ഇമാം അബൂ ഹനീഫ, സുഫിയാൻ തൗരി, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, മഹാനായ മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുമുല്ലാഹു റഹ്മത്തൻ വാസിയ തുടങ്ങി ഒരുപാട് പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ഉളുഹിയ്യത്ത് നിർബന്ധമാണ്, വാജിബാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉളുഹിയ്യത്ത് വാജിബാണെന്ന് വിശ്വസിക്കുന്നവരാണ്, മുസ്ലിങ്ങളുടെ എണ്ണത്തിൽ. എന്നാൽ രണ്ടാമത്തെ അഭിപ്രായം, അതാണ് പണ്ഡിതന്മാരിൽ ജുംഹൂറിന്റെ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം അനുസരിച്ച്, ഇതെന്താണ്? സുന്നത്ത് മുഅക്കദയാണ്, ശക്തമായൊരു സുന്നത്താണ്. ഇതാണ് ഭൂരിപക്ഷ ഉലമാക്കളുടെ അഭിപ്രായം. സഹാബിമാരായ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അബൂൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, അങ്ങനെ തുടങ്ങി ഒരുപാട് പേര്. അതുപോലെ താബീങ്ങളിൽപ്പെട്ട സുവൈദ് ബിൻ ഉഖ്ബ, സഈദ് ബിൻ മുസയ്യിബ്, അതുപോലെ അത്വാ, അങ്ങനെ തുടങ്ങി ഒരുപാട് ആൾക്കാർ, തബൂ താബീങ്ങൾ അടക്കം അഹ്ലുസുന്നത്തിന്റെ ഇമാമിങ്ങൾ, ഇമാം ഷാഫി, ഇസ്ഹാഖ്, അബൂ തൗർ, ഇബ്നുൽ മുൻദിർ, അങ്ങനെ തുടങ്ങി ഇമാം അഹ്മദ് നബി അടക്കം ഒരുപാട് ആളുകളെ അഭിപ്രായിച്ച് ഇത് മുഅക്കദായ സുന്നത്താണ്. എന്നാൽ ഇവിടെ സുന്നത്താണോ വാജിബാണോ എന്നതല്ല ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉളുഹിയ്യത്തിന്റെ വിഷയത്തിൽ മുന്നോട്ട് വെക്കേണ്ടത്. ബലികർമ്മം നടത്തുക എന്നുള്ളത്, ബലികർമ്മം നടത്താൻ സാമ്പത്തിക ശേഷിയുള്ളവർക്ക് ഏറ്റവും പ്രബലമായ ഒരു ഇബാദത്താണ്. ശരിക്കും അത് ബാധ്യതയാണ്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ശരിക്കും ശ്രദ്ധിക്കണം, നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റക്ക് ശേഷം 10 കൊല്ലമാണ് മദീനയിൽ താമസിച്ചത്. ഈ 10 കൊല്ലവും അള്ളാഹുവിന്റെ റസൂൽ ഈ കർമ്മം നിർവഹിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മുത്തബിഉസ് സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ ഇമാം തിർമിദി റസൂലിൽ കാണാം. എന്താണ്? അഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മദീനത്തി 10 സിനീന യുദഹി. നബി മദീനയിൽ താമസിച്ച 10 വർഷവും നബി ബലി അറുത്തിട്ടുണ്ട്, ഉളുഹിയ്യത്ത് നിർവഹിച്ചിട്ടുണ്ട്. മുഹമ്മദ് ഇബ്നു സിരീൻ റഹ്മത്തുള്ളാഹി അലൈഹി قال سألت ابن عمر عن الضحايا أواجبة هي. ഇബ്നു സിരീൻ മഹാനായ ഇബ്നു ഉമറിനോട് ചോദിച്ചു, അബ്ദുല്ലാഹി ഇബ്നുനോട്, എന്താ ചോദ്യം? ഉളുഹിയ്യത്ത് കർമ്മം നിർബന്ധമാണോ?
നമ്മുടെ നാട്ടിൽ ചർക്കൈക്കാരം നിർബന്ധമല്ല. പിന്നെ ഇപ്പൊ എന്തിനാ പത്രത്തിൽ വായിച്ചു കൊടുക്കണം, ആ പൈസയും കൊണ്ട് ഏതെങ്കിലും പാവപ്പെട്ടവർ കൊടുത്താൽ പോരെ, പുതിയ ദീനൊക്കെ നമ്മൾ ഉണ്ടാക്കും. ഏതുള്ള ദീനം മാറ്റിയിട്ട് നമ്മൾ പുതിയത് ഉണ്ടാക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക്. പൊന്നു സഹോദരങ്ങൾ, ഇതൊന്നും അള്ളാന്റെ റസൂൽ അറിയില്ലായിരുന്നു. ആ കാലത്ത് ആഫ്രിക്കൊക്കെ കൊടുത്തയച്ചാൽ മതിയായിരുന്നില്ല. എന്തിനപ്പോ അവിടെ ഉദയത്തർത്ത് 10 കൊല്ലത്തിന് മദീനത്ത് ഉദയത്തർത്ത് പുതിയ ദീനൊക്കെ ഉണ്ടാക്കും. മിമ്പർമൊന്നൊക്കെ 10 വരും. അല്ലാഹുൽ മുസ്തആൻ. അല്ലാഹു തആല അത്ര ആളുകളുടെ ശർറിൽ നീ ഉമ്മത്തിനെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഉളൂഹിയ്യത്ത് നിർബന്ധമാണോ എന്ന് ചോദിക്കുന്നിടത്ത് അദ്ദേഹം പറഞ്ഞ വാക്കെന്നറിയോ? ഖാല വഹ്ഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉളൂഹിയ്യത്ത് അർത്തിട്ടുണ്ട്. വൽ മുസ്ലിമൂന മിൻ ബഅദിഹി. റസൂലുള്ളാഹിക്ക് ശേഷമുള്ള മുസ്ലിങ്ങൾ യഅനി അസ്സഹാബ റളിയല്ലാഹു അലൈഹിം അവരും ഉളൂഹിയ്യത്ത് അർത്തിട്ടുണ്ട്. വജറത് ബിഹി സുന്ന. ആ പുണ്യകരമായ ചര്യ തുടർന്നു വരികയും ചെയ്തു. ഇതാണ് അതിന്റെ മറുപടി. അതുകൊണ്ട് അറക്കണം. നമ്മളൊക്കെ കഴിവുള്ളവരൊക്കെ അറക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എത്രത്തോളം വെച്ചാല് നിർബന്ധമാണെന്ന് പറയാൻ വേണ്ടി ആ വാദം ഉന്നയിക്കുന്ന മഹാരഥന്മാർ അഹ്ലുസുന്നത്തിന്റെ ഇമാമിങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. അതെന്തറിയോ? മൻ കാന ലഹു സഅതുൻ വലം യുളഹി ഫലാ യഖറബന്ന മുസല്ലാന. ഒരാൾക്ക് ബലിയറക്കാൻ സൗകര്യമുണ്ടായിട്ട് ബലിയറക്കുന്നില്ലെങ്കിൽ നമ്മുടെ നമസ്കാര സ്ഥലത്തേക്ക്, ഈദ് മുസല്ലയിലേക്ക് അയാൾ വന്നേക്കരുത്. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരാൾക്ക് അറക്കാൻ കഴിവുണ്ടായിട്ട് അയാൾ അറക്കണില്ലെങ്കിൽ മുസല്ലയിലേക്ക് വരണ്ടാന്ന്. അത്ര ഗൗരവമുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ശരിക്കും ഉളൂഹിയ്യത്ത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഉളൂഹിയ്യത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ നിതാന്ത ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ വീട്ടിലിറക്കാം, കുടുംബങ്ങൾ ഒരുമിച്ച് കൂട്ടിയിറക്കാം. അതല്ല മഹലിൽ സൗകര്യമുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ പള്ളിയിൽ സൗകര്യമുണ്ട് അൽഹംദുലില്ലാഹ്. ഒരാൾ ഈ പള്ളിയോട് ചേർന്ന് ജീവിക്കുന്നവർക്ക് ആ പള്ളിയിൽ ഇറക്കാം. എവിടെയാണ് നമുക്ക് സൗകര്യപ്പെടുന്നത് ആ സൗകര്യപ്പെടുന്നിടത്ത് നമുക്ക് ഇറക്കാം. പക്ഷേ ബലിമൃഗത്തിന് ശറഅ് നിശ്ചയിച്ച ഒരു രീതിയുണ്ട്. ആ രീതി സ്വീകരിക്കണമെന്ന് മാത്രം. നല്ലോണം ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി പറയാം. ശരിക്കത് മിമ്പറുമെന്ന് പറയേണ്ടതുണ്ടോ ചോദിച്ചാൽ പറയേണ്ടതില്ല. പക്ഷെ ചിലപ്പോ പറ്റിക്കപ്പെടാറുണ്ട്. അതുകൊണ്ടാണ് ഇത് പറയണത്. എന്തറിയോ? നബി പറഞ്ഞു, ലാ തദ്ബഹു ഇല്ലാ മുസിന്ന ഇല്ലാ അൻ യഅസുറ അലൈക്കും ഫതദ്ബഹു ജദഅതൻ മിനല്ലാഹ്. നിങ്ങൾ മുസിന്നത്തിനല്ലാതെ അറക്കരുത്. നിങ്ങൾക്കത് പ്രയാസകരമായാൽ ചെമ്മരിയാടിൽ ജദഅത്തിന് അർത്ഥമുള്ളുക. മുസിന്നത്ത് എന്ന് പറഞ്ഞാൽ കാളകളിൽ ഒരു പ്രായപരിധിയാണ്. ജനിക്കുമ്പോഴുള്ള പല്ലുകൾ അവരുടെ ആ നാച്ചുറൽ പല്ല് മാറിയിട്ട് പുതിയ പല്ല്, അത് നിലനിൽക്കുന്ന തീറ്റപ്പല്ല് എന്നറിയില്ലേ, അത് വരുന്ന അവസ്ഥക്കാണ് മുസിന്ന എന്ന് പറയാം. ഇമാം നവവി റഹ്മത്തുള്ളാഹി അത് പറയുന്നുണ്ട്. മുസിന്ന എന്ന് പറഞ്ഞാൽ എല്ലാറ്റിൽ നിന്നും തനീയത്താണ്. അഥവാ പാൽപ്പല്ല് മാറി തീറ്റപ്പല്ല് വന്നതാണ്. ഇതിന് നമ്മളിങ്ങനെ ചെന്നിട്ട് നമുക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാക്കാനൊക്കെ പറ്റും കുറച്ചൊക്കെ. ഇതിപ്പോ എന്താന്ന് വെച്ചാല് ഇതിപ്പോ ഒരു കച്ചവടമായിട്ട് മാറിയ ഡിസീസാണ്. ഈ കച്ചവടമാകുമ്പോ എന്തറിയോ? മുസ്ലിം നാമധാരികൾ പോലും നമ്മള് ചെല്ല് ചേരുന്ന ആൾക്കാരെ സമർത്ഥമായി പറ്റിക്കുന്നുണ്ട്. നമുക്ക് കുറ്റം കിട്ടൂലെന്ന് വെച്ചാൽ പറ്റിക്കപ്പെട്ടോണ്ട് കുറ്റമൊന്നും കിട്ടൂല. പക്ഷേ നമ്മൾ എന്തിനാ പറ്റിക്കപ്പെടുന്നത്? ഒരു മുട്ടുസൂചി വാങ്ങുമ്പോ വരെ ക്വാളിറ്റി നോക്കിയിട്ട് വാങ്ങുന്ന ആൾക്കാർ നമ്മള്. മുട്ടുസൂചി 1 ഉറുപ്പ്യക്ക് 10 കിട്ടണം. 12,000 13,000 കൊടുത്തിട്ട് ഒരു ഷെയർ കൂടുമ്പോ ഞാൻ അറുക്കാൻ പോണ സാധനത്തിന് 2 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടോന്ന് നോക്കല് ബുദ്ധിയുള്ളവരെ നമ്മളെ ആവശ്യമാണ്. അതിനാണ് അള്ളാന്റെ റസൂൽ ആദ്യം പറഞ്ഞത്, ഏതൊരാൾക്ക് നോക്കാം. അതാണ് ഈ മുസ്ലിന്നത്താണോ നമ്മൾ നോക്കിയാൽ മതി. നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്നത് കോലാടാണ്. കോലാടിന് 1 വയസ്സായ മതി. എന്നാൽ ചെമ്മരിയാടിന്റെ വിഷയത്തിൽ 6 മാസം പൂർത്തിയായാൽ മതി എന്നൊക്കെ കാണാം. കാരണം എന്താ വെച്ചാൽ അതിന് കുറച്ചും കൂടി തടിച്ച് കൊഴുപ്പുണ്ടാവും. അതാണ് എന്റെ മതിന് കാണാൻ എന്തുണ്ടാകണം, നന്നാകണം. എന്നാൽ മാടുകളെ സംബന്ധിച്ചിടത്തോളം 2 വയസ്സ് തിരിഞ്ഞിരിക്കണം, 2 വയസ്സ് തികഞ്ഞിരിക്കണം. നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇത് പരിശോധിക്കാനുള്ള മാർഗം നബി നേരത്തെ പറഞ്ഞു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമിങ്ങൾ കൃത്യമായി വിശദീകരിച്ചു ചെയ്തു. അതുകൊണ്ട് നേരെ ചെല്ലുക എന്നിട്ട് അങ്ങനെ വാങ്ങിപ്പോരുന്നല്ല, പിന്നെ അത് കൃത്യമായിരിക്കണം. രണ്ടാമത്തെ കാര്യം, ഈ ഷെയർ കൂടുന്ന കുറെ ആളുകൾ ഉണ്ടാവും. സന്ദർഭികമായിട്ട് പറയണം, ചില ആൾക്കാരെ ധാരണ എന്താ വെച്ചാല് 7-1 എന്നാണല്ലോ ലാസ്റ്റ് പറഞ്ഞു. 7-1 എന്നാണ്. അപ്പൊ ആൾക്കാരെ ധാരണ വെച്ചാൽ 7 ഒറ്റക്ക് 7 ഇറക്കാൻ കഴിയണമെന്ന് വിചാരിച്ചെന്ന് വെച്ചാൽ 7 കൂടിയാൽ മതി. അത് മഹാബത്താണ്. അപ്പൊ ഈ സദസ്സിലിരിക്കുന്ന ചില ആൾക്കാർക്ക് ചിലപ്പോ 5 ഇറക്കാൻ കഴിയുന്നവരുണ്ടാവും. ഓല 5 തന്നെ ഇറക്കണം അവന്റെ കഴിവിനനുസരിച്ച്. എന്നാൽ ചിലപ്പോ 5-1 അല്ലെങ്കിൽ 6-1 7-1 കൂടാൻ കഴിയുന്നുണ്ടാവും. സാധാരണക്കാരുണ്ടാവും അവിടെ. ആ സാധാരണക്കാർ അങ്ങനെ കൂടിയാൽ മതി. ഇത് 2 കൂടി എന്ത് ചെയ്ത് നമ്മൾ മിക്സ് ചെയ്ത് ചില ആൾക്കാർ വിചാരിച്ചു അതൊരു ചടങ്ങ് പോലെ നടത്തിയപ്പോ അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവം എടുക്കുന്ന കാര്യക്കാരാണ്. കാരണം നമ്മുടെ ഉള്ളില് ഇതിന്റെ ഗൗരവം ഉണ്ടാകണം. ഇതൊരു ഇബാദത്താണെന്നുള്ള ബോധം ഉണ്ടാകണം. നാട്ടില് പ്രത്യേക ഒരു സിറ്റുവേഷൻ ഉണ്ട്, പ്രത്യേകമായ ഒരു സാഹചര്യമാണ്. അപ്പൊ നമ്മൾ അറക്കാൻ എല്ലാവരും മുന്നിട്ട് വരണം എന്ന നിലക്കുള്ളൊരു വൈകാരികമായ ചിന്തയല്ല. പിന്നെ എന്റെ റബ്ബിന് മുന്നിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്ന ഉബൂദിയത്താണ്, ഇസ്തിസ്ലാമാണ് എന്ന ചിന്തയാണ് ഉണ്ടാകേണ്ടത്.
എനിക്കെന്റെ റബ്ബിന് വേണ്ടി. മാത്രമല്ല ബലിയിലൂടെ ഒരുപാട് മെച്ചങ്ങൾ വേറെയും അഹ്ലുസുന്നത്തി വൽ ജമാഅ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി കാണണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉളുഹിയ്യ, ആ മൃഗത്തെ നല്ല രീതിയിൽ തെരഞ്ഞെടുക്കാനും അത് ഏറ്റവും ഹൈറായ രീതിയിൽ തന്നെ അതിനെ പരിപാലിക്കാനും അങ്ങനെ അവസാനം അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നല്ല കറക്കാനും അതിൽ നിന്ന് അവനാനെടുക്കുകയും മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്ന രീതിയിലൊക്കെയുള്ള ഇസ്ലാം പഠിപ്പിച്ച ക്രമം അതിനെ പാലിച്ചുകൊണ്ട് വിതരണം ചെയ്യാനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇതിലൂടെ ഏറ്റവും പ്രധാനം തഖ്വയാണ്, നിയ്യത്താണ്, ഇഖ്ലാസാണ്, ഇത്തിബാഅണ്. അതെല്ലാം നിലനിൽക്കുന്ന രീതിയിൽ തന്നെ റബ്ബിങ്കിൽ ഖബൂലിയത്ത് കിട്ടുന്ന രീതിയിൽ തന്നെ അമലുകൾ നിർവഹിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിനുള്ള ഉബൂദിയത്തിലും ഇസ്ലാമിലുമായി ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബിനു വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ന നിയ്യത്തോടെ മുന്നോട്ട് പോകേണ്ട തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഇണകളിൽ, നമ്മുടെ മക്കളിൽ അള്ളാഹു നമുക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവിധ ശാരീരിക, മാനസിക, സാമ്പത്തിക വിഷമം അള്ളാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഒരുപാട് പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ ഉമ്മത്ത് മുസ്ലിം വിവരിക്കുന്നു. അള്ളാഹു തആല അവർക്ക് സമാധാനം ചൊരിയുമാറാവട്ടെ. ഈ പെരുന്നാളിന്റെ സമാധാനം, സന്തോഷം എത്രയാണോ അത്ര സന്തോഷം അള്ളാഹു ഉമ്മത്ത് മുസ്ലിമയിൽ നിലനിർത്തി തരുമാറാവട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين ولذكر الله أكبر والله يعلم ما تصنعون.